അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ് വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ് അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത ഹീലതി യദ്രികനി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ എല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വിഷയം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അഥവാ നമ്മളൊക്കെ അമലുകൾ ചെയ്യുമ്പോഴും നന്മകൾ ചെയ്യുമ്പോഴുമൊക്കെ നമ്മുടെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാകണമെന്നും അള്ളാഹു സ്വീകരിക്കണമെന്നുമുള്ള ചിന്തയാണ് നമ്മളിലൊക്കെ ഉള്ളത്. ആ ചിന്തയോടെയും ആ ഉദ്ദേശത്തോടും കൂടെ മാത്രമേ നാം ചെയ്യുന്ന പ്രവർത്തനത്തിന് പ്രതിഫലമുണ്ടാവുകയുള്ളൂ. കാരണം നാം ചെയ്യുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് പരലോകത്താണ് അതിൻ്റെ പ്രതിഫലം നമുക്ക് നൽകുന്നത്. ദുന്യാവിക ജീവിതത്തിൽ നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടെ പ്രതീക്ഷ പരലോകത്താണ്. പരലോകത്ത് നമുക്ക് ലഭിക്കാതെ പോകുന്നത് നമ്മുടെ നീയത്തിൻ്റെ അഭാവത്തിലോ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയുടെ അടിസ്ഥാനത്തിലോ ഒക്കെ ആയിരിക്കും. അതില്ലാതെ വരുമ്പോൾ, നീയത്തില്ലാതെ വരുമ്പോൾ, ഉദ്ദേശശുദ്ധിയില്ലാതെ വരുമ്പോൾ ഉണ്ടാവുന്നത് ആ നന്മക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യതയില്ല, പ്രതിഫലമില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിമിൻ്റെ വിശ്വാസം അഥവാ അവൻ്റെ നീയത്ത്, ഒന്നും കൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ അവൻ്റെ ആദർശ പ്രതിബദ്ധത, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലാതെ വരുമ്പോൾ ഇതിനൊന്നും ഒരു പ്രതിഫലവുമില്ല. നോക്കൂ, അള്ളാഹുവിൻ്റെ വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു ദിവസം ഒരു മനുഷ്യരൂപത്തിലുള്ള ഒരു മലക്ക് വന്നു. തീർത്തും ഒരു മനുഷ്യൻ്റെ രൂപത്തിലാണ് അവർ വന്നത്. നല്ല വസ്ത്രം ധരിച്ച് നല്ല ഒരവസ്ഥയിൽ വന്ന് നബി തങ്ങളുടെ അടുക്കൽ വന്ന് വളരെ വിനയത്തോടെ ഇരുന്നു. ഒരു അധ്യാപകൻ്റെ അടുക്കൽ വിദ്യാർത്ഥി അറിവ് നുകരാൻ ഇരിക്കുന്നത് പോലെ വളരെ ബഹുമാനത്തോടെ ഇരുന്നു അദ്ദേഹം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വളരെ പ്രധാനപ്പെട്ട കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത് ഇസ്ലാമിനെ കുറിച്ച് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ 5 കാര്യങ്ങൾ എണ്ണിക്കൊടുത്തു. പിന്നെ ഈമാനിനെ പറ്റി ചോദിച്ചു. 6 കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞു കൊടുത്തു. പിന്നെ ഇഹ്സാനിനെ പറ്റി ചോദിച്ചു. അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. പിന്നെ അന്ത്യനാളിനെ പറ്റി ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ അറിവ് ചോദിച്ച ആളേക്കാൾ ചോദിക്കപ്പെട്ട ആൾക്കില്ല. അപ്പം അതിൻ്റെ അടയാളങ്ങൾ ചോദിച്ചു, അത് പറഞ്ഞു കൊടുത്തു. ഇതെല്ലാം കൃത്യമായി കേട്ടിട്ട് ഓരോ ചോദ്യങ്ങളും പറയുമ്പോഴും സ്വതക്ത, സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ആ മനുഷ്യരൂപത്തിലുള്ള മലക്ക് പോയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, സ്വഹാബത്തിനോട് ചോദിച്ചു. സ്വഹാബികൾ ഇരിക്കുന്ന ഒരു വേദിയിലേക്കാണ് ഈ വന്നിട്ടുള്ളത്. അപ്പോൾ സ്വഹാബികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ വന്ന ആൾ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? അവർ പറഞ്ഞു, അല്ലാഹു റസൂലു ആലം, അള്ളാഹു റസൂൽ മാത്രമേ അറിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു, അത് ജിബ്രീൽ അലൈഹിസ്സലാമാണ്. നിങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വന്നതാണ്. ഫഇന്നഹു ജിബ്രീലുൻ അതാക്കും യുഅല്ലിമുക്കും ദീനുക്കും, നിങ്ങൾക്ക് നിങ്ങളെ ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇത് സ്വഹീഹുൽ മുസ്ലിം രേഖപ്പെടുത്തുന്ന ഹദീസാണ്. ഇവിടെ വ്യക്തമായൊരു കാര്യം, അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിരിക്കുന്ന സദസ്സിൽ സഹാബത്ത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ അവർ ശ്രദ്ധാപൂർവം കേട്ടുകൊണ്ടിരിക്കെ അവരുടെ രൂപത്തിൽ, അല്ലെങ്കിൽ മനുഷ്യ രൂപത്തിൽ ഒരു മലക്ക് വരുന്നു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് ചോദിക്കുന്നു. എല്ലാത്തിനും മറുപടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് പ്രിയപ്പെട്ടവരെ ഈ ഹദീസ് നമുക്ക് നൽകുന്ന സന്ദേശം? അള്ളാഹിൻ്റെ ദീനിൻ്റെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അത് വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങൾ സ്വഹാബത്ത് കേൾക്കുന്ന ഒരവസ്ഥയിൽ പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ അടുക്കൽ വന്ന് നബിതങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിച്ചു. അതിൽ ഈമാനിനെ പറ്റി പറഞ്ഞു, ഇസ്ലാമിനെ പറ്റി പറഞ്ഞു, ഇഹ്സാന് പറഞ്ഞു, അന്ത്യനാളുടെ അടയാളം പറഞ്ഞു. ഈ 4 ചോദ്യങ്ങൾക്കും കൃത്യമായും വ്യക്തമായുമുള്ള മറുപടി പറഞ്ഞു. ഇത് സ്വഹാബത്തിന് വലിയ ഒരു പാഠമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഒരു മുസ്ലിമിൻ്റെ പ്രവർത്തനം, അവൻ്റെ ഇബാദത്തുകൾ, അവൻ്റെ നന്മകൾ എല്ലാം നാളെ പരലോകത്ത് സ്വീകരിക്കപ്പെടുന്നത് അത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹിൻ്റെ റസൂല്, അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ നമ്മളെ പഠിപ്പിക്കുന്നു. ആ ഒരു വിശ്വാസ കാര്യങ്ങൾ, അതുപോലെ കർമ്മപരമായ കാര്യങ്ങൾ എല്ലാം വ്യക്തമായി മനസ്സിലാക്കി സ്വഹാബത്ത്. അപ്പം ദീനിൻ്റെ അടിസ്ഥാനപരമായി 11 കാര്യങ്ങൾ, 5 ഇസ്ലാം കാര്യവും 6 ഈമാൻ കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിശ്വാസം, ഈ 11 കാര്യത്തിൽ പ്രധാനമായും, ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഈ 11 കാര്യങ്ങളിലുള്ള വിശ്വാസം, അതാണൊരു മുസ്ലിമിൻ്റെ യഥാർത്ഥത്തിലുള്ള അവനെ അവനാക്കിയതിൻ്റെ മാനദണ്ഡം. അതാണ്. അതിൽ വിശ്വാസമുള്ളവനാണ് ഇസ്ലാമിൻ്റെ പട്ടികയിൽ സ്ഥാനമുള്ളൂ. അല്ലെങ്കിൽ മുസ്ലിമാണെന്ന് പറയാം. ഐഡൻറ്റിറ്റി കാർഡിലും അതുപോലെ റേഷൻ കാർഡിലും മറ്റു രേഖകളിലൊക്കെ മുസ്ലിം എന്ന രൂപത്തിൽ പരിചയപ്പെടുത്താം എന്നല്ലാതെ നാളെ റബ്ബിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്നവനായിട്ട് വരാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ നന്മ പോലും നാളെ അള്ളാഹു നമുക്കത് അതിൻ്റെ പ്രതിഫലം തരും, ശിക്ഷയും തരും. തെറ്റിയതാൽ നന്മ ചെയ്താൽ കൂലിയും തരും. ഫമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിത്ഖാല ദർറത്തിൻ ശർറൻ യറ. എത്ര സുന്ദരമാണ്! ഒരു ചെറിയ ഒരു നന്മ, ആ നന്മ ആര് ചെയ്താലും അവനിക്ക് നാളെ പരലോകത്ത് കാണാം. തിന്മ ആര് കുറച്ച് ചെയ്താലും, എത്ര കുറച്ച് ചെയ്താലും അതും കാണാം. അതിനും അള്ളാഹു നാം വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരും. അപ്പോൾ ഈ ഒരു ചിന്താധാര, ഈ ഒരു വിശ്വാസ സംഹിത, ഇത് തന്നെയാണ് നമ്മുടെ വിജയത്തിൻ്റെ മാർഗവും. ഇസ്ലാം ദീൻ, ആ ഒരു അചഞ്ചലമായ വിശ്വാസം, ആ ഒരു ആദർശ പ്രതിബദ്ധത, അത് നമ്മളിൽ ഉണ്ടാവണം. അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. അതിനാണല്ലോ അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾ പുതുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഹാക്കിമും അഹ്മദും റളിയല്ലാഹു അൻഹുമാ രേഖപ്പെടുത്തുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ആ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങൾ ജദ്ദിദു ഈമാനക്കും, ഈമാനെ നിങ്ങൾ പുതുക്കണം. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, വകൈഫ നുജദ്ദിദു ഈമാനുനാ യാ റസൂലല്ലാഹ്, എങ്ങനെ ഞങ്ങൾ പുതുക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചോളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ചാൽ നിങ്ങൾക്ക് നാളെ രക്ഷപ്പെടാം. നിങ്ങളുടെ ഈമാനിനെ നിങ്ങൾക്ക് സുരക്ഷിതമാക്കാം, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് സേഫാക്കാം, നിങ്ങളുടെ ഈമാൻ ശക്തിപ്പെടുത്താം, നിങ്ങളുടെ ഈമാൻ നിങ്ങൾക്ക് പ്രകാശം കൊണ്ട് നിങ്ങളുടെ മനസ്സ് നിറക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കാരണം അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്ന കലിമത്ത് തൗഹീദ്
പറഞ്ഞാൽ ആ മനുഷ്യന് നരകം നിഷിദ്ധമാണ്. മഹാനായ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ് ഖദ് ഹറമ അലന്നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. അള്ളാഹിൻ്റെ കൂലി ആഗ്രഹിച്ചിട്ട് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവനിക്ക് നരകം നിഷിദ്ധമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഒരു കോട്ടയാണ്, ഒരു കവചമാണ്. ആ കോട്ടയിൽ ഒരാൾ പ്രവേശിച്ചാൽ ഫമൻ ദഖലു അംനും മിൻ അദാബി, അതിൽ ആരെങ്കിലും പ്രവേശിച്ചാൽ എൻ്റെ ശിക്ഷയില്ലെന്ന് അവൻ നിർഭയനാകുന്നതാണ്. അത്ര സുന്ദരമായിട്ടുള്ള ആശയമാണ്. മാത്രമല്ല പരലോകത്ത് ചെല്ലുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ആളുകളുടെ മുഖം പ്രകാശിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൈസ മിൻ അബ്ദിൻ യഖൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മിഅത മറ, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അന്ത്യനാളിൽ ആ മനുഷ്യൻ്റെ മുഖം വജ്ഹുൽ ഖമരി, ചന്ദ്രൻ്റെ ആ പൗർണമി രാത്രിയിലെ ചന്ദ്രൻ്റെ പ്രകാശം എത്രയാണോ അതുപോലെ ആയിരിക്കും അവൻ്റെ മുഖം, അത്ര പ്രകാശിക്കുന്നതായിരിക്കും. മാത്രമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹേക്കാൾ ഒരു അമലും നാളെ പരലോകത്ത് ഉയർത്തപ്പെടുകയുമില്ല. അപ്പം പരലോകത്ത് ഉയർത്തപ്പെടുന്ന ഏറ്റവും നന്മ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്തുകൊണ്ട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയാണ്. അഫ്ളലു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അഫ്ളലായ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും അഫ്ളലായ ദുആ അൽഹംദുലില്ലാഹ് ആണ്. അള്ളാഹു നമുക്ക് വർദ്ധിപ്പിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ചോദിച്ചല്ലോ, അള്ളാഹുവേ നിന്നെ ഓർക്കാൻ പറ്റുന്നൊരു കാര്യം എനിക്ക് പറഞ്ഞു തരൂ അള്ളാഹുവേ. അപ്പോൾ നബി അള്ളാഹു പറഞ്ഞു കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ പിന്നീട് ആ മനുഷ്യൻ വന്ന് ചോദിക്കുന്നത് ഇങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ അതെല്ലാ ആളുകളും പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് പ്രത്യേകമായിട്ട് ഞാൻ ഒരു ദിക്ർ ചോദിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ആകാശഭൂമിയിലുള്ള എല്ലാവരും പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ശക്തി എത്രയാണ്? ആകാശഭൂമികളിലുള്ള ആളുകൾ മുഴുവനും അവരുടെ കയ്യിൽ ആകാശഭൂമികൾ മുഴുവനും ഒരു കൈപ്പിടുത്തത്തിൽ വെച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു കൈപ്പിടുത്തത്തിൽ വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് നേട്ടം, മികവ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ് എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു പറഞ്ഞതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പവറാണ്. മാത്രമല്ല പിശാച് പറഞ്ഞല്ലോ, അഖ്ലഖ്തുന്നാസ ബിസ്ദുനൂബി, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അലൈക്കും ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറും അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലയും നിങ്ങൾ അധികരിപ്പിക്കണം. വാക്സിറു മിന്നുമാ, നിങ്ങൾ അത് അധികരിപ്പിക്കണം. പിന്നെ ഇബ്ലീസ കാല, ഇബ്ലീസ് പറഞ്ഞല്ലോ, അഖ്ലഖ്തുന്നാസ ബിസ്ദുനൂബി വഅഖ്ലഖൂനി ബിലാ ഇലാഹ ഇല്ലല്ലാഹ് വൽ ഇസ്തിഗ്ഫാർ, ദോഷങ്ങൾ കൊണ്ട് ജനത്തെ ഞാൻ നശിപ്പിച്ചപ്പോഴും ജനങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് കൊണ്ടും എന്നെ നശിപ്പിച്ചു. അങ്ങനെ ഞാൻ അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചത് പിന്നെ അവർക്ക് തടിയിച്ച ഇട്ട് കൊടുക്കുക, ശരീര താല്പര്യങ്ങൾ അവർക്കിങ്ങനെ തോന്നുക, അതിനനുസരിച്ച് ജീവിക്കുക. വഹും യഹ്സബൂന അന്നഹും മുഖ്തദൂൻ, അവർ സന്മാർഗം സിദ്ധിച്ചവരാണ് എന്നാണ് അവർ വിചാരിക്കുന്ന ആ അവസ്ഥയിൽ. അത്ര പ്രധാനമാണ്. മാത്രമല്ല
മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്, ഇമാം ബൈഹഖി രേഖപ്പെടുത്തുന്ന ഹദീസാണ്, മരിക്കാൻ കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ അടുക്കൽ വന്നിട്ട് മലക്കുൽ മൗത്ത് മനുഷ്യൻ്റെ അവയവങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചു, വല്ല നന്മയുണ്ടോ, ഒന്നുമില്ല. പിന്നെ അവൻ്റെ ഹൃദയം ഒന്ന് പരിശോധിച്ചു, അപ്പോഴൊന്നുമില്ല. പിന്നെ അവൻ്റെ താടിയെല്ലൊന്ന് പരിശോധിച്ചു, അപ്പോഴതാ അവൻ്റെ നാവിൻ്റെ ഒരു തെല്ല് അതിങ്ങനെ നനഞ്ഞിട്ടുണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട്. അപ്പോൾ അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഫഗഫറ ലഹു ബികലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ കലിമത്ത് കാരണം ആ മനുഷ്യൻ അല്ലാഹു തആല പുറത്തു കൊടുത്തു എന്ന് ഇമാം അഹ്മദ് രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം. എത്ര സുന്ദരമായിട്ടാണ് ഈ ആശയം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം എത്രയാണ്. ധാരാളം വർദ്ധിപ്പിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി. എല്ലാവരും ദുആ ചെയ്യണം. ഈ അറിവുകൾ നിങ്ങളൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.